ഫ്രണ്ട്സ്, ആനീസ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ തരിപ്പോളയുടെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് 3 എഗ്ഗ്, പിന്നെ ഒരു ഗ്ലാസ്സിൽ മൈദ, പിന്നെ പഞ്ചസാര 1 കപ്പ്, ഏലക്കായ, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. നമുക്ക് ബീറ്റർ വെച്ച് തന്നെ പതപ്പിക്കണം. മിക്സിയിലടിക്കാൻ പറ്റില്ല. മിക്സിയിലടിച്ചാൽ അത്രയും പതഞ്ഞ് വരില്ല. അപ്പോൾ ഞാൻ ബീറ്റർ വെച്ചാണ് അത് പതപ്പിച്ചെടുത്തത്. നന്നായിട്ട് പതഞ്ഞ് കിട്ടണം. നമുക്ക് നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂൺ മൈദ ആണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദക്ക് പകരം ആട്ടപ്പൊടിയും ഉപയോഗിച്ച് ഞാൻ ചെയ്യാറുണ്ട്. കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. കുറച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്, ഒന്നിച്ചിടരുത്. അപ്പോൾ അതൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതിലേക്ക് ഞാൻ പഞ്ചസാരയും ഏലക്കായയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പഞ്ചസാര പൊടിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ലയിക്കാൻ പ്രയാസമായതുകൊണ്ട് ഇത്തിരി തരി കൂടിയ പഞ്ചസാരയായിരുന്നു. അതുകൊണ്ട് ഞാനതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്ത് അതൊരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സ്പൂണാണ് ഞാൻ, ചെറിയ ടീസ്പൂണല്ല, കുറച്ചുകൂടി വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വീണ്ടും ഒന്ന് പതച്ചെടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ളി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം അത് കുറച്ച് സമയം നമ്മൾ പാനൊക്കെ റെഡിയാക്കുമ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരും. അപ്പോൾ നമ്മൾ അധികം വലിയ പാൻ എടുക്കരുത്. ഇതേപോലെ ചെറിയതായിരിക്കണം. കുഴിയുള്ള പാനാണെങ്കിൽ നല്ലതായിരിക്കും. അതിലേക്ക് നെയ്യാണ് പുരട്ടി കൊടുത്തിരിക്കുന്നത്. നെയ്യ് പുരട്ടിയ ശേഷം ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ കിസ്മസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് അലങ്കരിക്കാനായിട്ട് എടുക്കാം. ഒഴിച്ച ശേഷമാണ് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചത്. അത് എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ അത് കുറച്ചുകൂടി പാകാകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഒന്നുകൂടി അടച്ച് വെച്ചു. നമുക്ക് ഇടയ്ക്ക് കരിഞ്ഞു പോകുന്നുണ്ടോയെന്ന് തുറന്ന് നോക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഞാനതൊന്ന് മറ്റൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് മറിച്ചിട്ട് മുൻവശം കൂടി ഒന്ന് വേവിച്ചെടുക്കും. ഒന്നുകൂടി അത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ തരിപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് തുറന്നു കൊടുക്കുന്ന സമയത്ത് കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തരിപ്പോള, ഇഫ്താർ സ്പെഷ്യൽ തരിപ്പോള ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിരുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇനിയിപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പഞ്ചസാര കുറച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ഷുഗർ ഫ്രീ സ്വീറ്റ് ഉപയോഗിക്കാം. എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.